ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. മാമ്പഴക്കാലമായി. അപ്പം നമുക്ക് ഇത്തിരി മാമ്പഴത്തിന്റെ കറി ഉണ്ടാക്കിയാലോ? പറമ്പിലോട്ട് ചിറങ്ങിയ ഇപ്പം മാമ്പഴം തട്ടിയിട്ട് നടക്കാൻ വയ്യ. അതേപോലെ ഒത്തിരി മാങ്ങാപ്പഴം വീഴുന്ന. അപ്പം ഞാൻ വിചാരിച്ച് നമുക്കൊന്ന് മാങ്ങാക്കറി ഉണ്ടാക്കിയാലോ? എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കേരള സ്റ്റൈൽ का एक पक्का आम का करी बनाने जा रहे, दिखाएंगे कैसे है. ആദ്യം തന്നെ നമുക്കിത് മാങ്ങാടെ തൊലി കളഞ്ഞ് എടുക്കാം. पहले आम का छिलका निकालना है. പക്ക ആം ഹെ, നല്ല പഴുത്ത മാങ്ങയാണ്. വലിയ മാങ്ങ വെച്ച് നമുക്ക് ഉണ്ടാക്കാം, പക്ഷെ കട്ട് ചെയ്തെടുക്കണം. ഇതാകുമ്പോൾ നമുക്ക് കട്ട് ചെയ്യേണ്ട, ഇതുപോലെ തന്നെയാണ്. ചോട്ടാ ആം സെ ഹെ തോ ഇസ്കാ ചിൽക്ക ഐസാ നിക്കാൽ ദീജിയേഗ. നമുക്ക് എല്ലാം ഇതുപോലെ തൊലി കളഞ്ഞ് എടുക്കാം. സബ് ഐസേ ഇസ്കാ ചിൽക്ക നിക്കാൽന ഹെ. നമുക്ക് പഴമാങ്ങ എല്ലാം നമ്മൾ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. തൊലി എല്ലാം കളഞ്ഞു. इसका छिलका पूरा निकाल के रखा है. अभी एक टू पैन में डालना है. നമുക്ക് ചട്ടിയിൽ ഇട്ട് കൊടുക്കാം. ഒരു 9 മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ആം डाल के अभी इसमें पानी डालना है. നമുക്ക് ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മെഗക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. इसका बराबर पानी डालना है. देखिए, एक स्टोव ऑन करना है. स्टोव ऑन करके हम अभी डाल दें नमक. ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇത്തിരി മഞ്ഞൾപ്പൊടി, ഹൽദി പൗഡർ, ഇത്തിരി മുളക് പൊടി, थोड़ा सा मिर्ची पाउडर डालना है. और 4 हरी मिर्च, 4 പച്ചമുളക് ഇട്ട് കൊടുക്കാം. കരിയാപ്പില, थोड़ा करी मिर्च भी डाल रहे. अच्छे से मिलाना है. നല്ലതായിട്ട് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം. अच्छे से पकने के लिए रखना है. अच्छे से मिला के बंद करके रखना है. जल्दी हो जाएगा, पकने के लिए रखेंगे. നന്നായിട്ട് വേകാൻ വേണ്ടി നമുക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് ഉണ്ടാക്കാം. करी के लिए हम लोग मसाला बनाने जा रहे हैं. अभी डाल रहे नारियल. നമുക്ക് തേങ്ങ ആദ്യം ഇട്ട് കൊടുക്കാം. ഒരു അര തേങ്ങ ഉണ്ട്. हाफ नारियल निकाल के डाला है. अभी डाल रहे हाफ टी स्पून जीरा. നമുക്ക് 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. കുറച്ച് കൊച്ചുള്ളി, छोटा प्याज पीसने के लिए डाल रहे. നമുക്ക് കൊച്ചുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഇത്തിരി വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് അരച്ചുകൊണ്ട് വരാം. थोड़ा पानी भी डाल के अच्छे से पीसेंगे. നമ്മൾ മാങ്ങ വെച്ചിട്ടുണ്ട്. എത്രയായാലും നമുക്ക് നോക്കാം. ആം कैसे है देखेंगे. देखिए, अच्छे से पानी अभी फुट रहे. നമ്മുടെ നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ച് കൊടുക്കാം. अच्छे से मिला के और एक बार भी रखेंगे. अच्छे से पकना है. നല്ലതായിട്ട് ഇത് വേവണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പെട്ടെന്ന് വെന്തൊക്കെ കിട്ടും. ജൽദി ഹോ ജായേഗാ, ലേക്കിൻ अच्छे से ആം പക്കना है. നമ്മുടെ മാങ്ങാപ്പഴം വെന്തോന്ന് നമുക്ക് നോക്കാം. ആം थोड़ा अच्छे से फुट रहे. देखिए, अच्छे से पक गया है. നമ്മുടെ മാങ്ങാപ്പഴം നല്ലതായിട്ട് വെന്ത് കഴിഞ്ഞ് നമുക്കൊന്ന് ഇതിനെ ഒന്ന് ഉടച്ചു കൊടുക്കാം. കറിക്ക് ടേസ്റ്റ് വരണമെങ്കിൽ നമുക്ക് ഇത് ഒന്ന് ഉടച്ചിട്ട് ചെയ്യുവാണെങ്കിൽ നല്ല ടേസ്റ്റ് വരും. अच्छे से मिलाने के बाद हम लोग मसाला डालने से अच्छा टेस्ट आ जाएगा आम का. നമ്മുടെ മാങ്ങാപ്പഴത്തിൻ്റെ നല്ല ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നത്. ഇപ്പം നമുക്ക് അരച്ച് വെച്ച് അരപ്പിട്ട് കൊടുക്കാം. अभी पीस के रखा हुआ नारियल डालेंगे. ഇത് ज़्यादा पानी मत डालिएगा. ഒത്തിരി വെള്ളം ഒഴിക്കരുത്. ഇതിന് നല്ല തിക്കായിട്ടുള്ള ചാറോട് കൂടിയിട്ട് വേണം ഇതുണ്ടാക്കാൻ. अच्छे से मोटा है ये करी, ज़्यादा पानी मत डालिएगा. अभी अच्छे से थोड़ा गर्म होने के लिए दीजिएगा. നമുക്കൊന്ന് ചെറുതായിട്ട് ചൂടാക്കാൻ വെച്ച് കൊടുക്കാം. നമുക്ക് നോക്കാം. ചെറുതായിട്ട് തിള വന്നു തുടങ്ങി. हल्का सा ഓയിൽ പോലെ ഉസി ടൈം ബന്ദ് करना है. ചെറുതായിട്ട് തിളയ്ക്കുന്ന സമയത്ത് ഇത് നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കടുക് വറുക്കാം. इसके लिए चौक मारना है. നമുക്ക് കറിക്കുള്ള കടുക് വറുക്കാം. നമുക്ക് ആദ്യമായിട്ട് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ सरसों डाल दें. तो കൊച്ചുള്ളി, छोटा प्याज काट के रखा है, ചെറുതായിട്ട് അരിഞ്ഞതാണ് നമുക്ക് ഇട്ട് കൊടുക്കാം.
നമ്മുടെ നാടൻ കറിക്കെല്ലാം നമ്മുടെ കടുക് കുറയിലാണ് അതിൻ്റെ ടേസ്റ്റ് ഫുൾ ഇരിക്കുന്നത്. അതുകൊണ്ട് എണ്ണ കുറച്ച് ലാഭിക്കാൻ നോക്കിയാൽ ടേസ്റ്റ് കുറയും. നന്നായിട്ട് എണ്ണ ഒഴിച്ചാൽ അതുപോലെ ടേസ്റ്റാകും. നമ്മുടെ വെളിച്ചെണ്ണയിൽ വേണം ഇതിന് കടുക് വറുക്കാൻ. നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം. ഉണക്കമുളക്, ലാൽ മിർച്ചി भी डालेंगे. എല്ലാം മറന്നു കഴിഞ്ഞു. प्याज थोड़ा फ्राई हो रहा है. अभी करियापत्ता डालेंगे. करियापत्ता इട്ട് കൊടുക്കാം. ആയിട്ടില്ല, നമുക്ക് വെന്ത് ചെയ്യും. നമുക്ക് ഓഫ് ചെയ്തെടുക്കാം. കറിയുടെ മുകളിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കറി का ऊपर में डालेंगे. इसका ऊपर में डाल रहे. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ പഴമാങ്ങ കറി റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പമായിട്ട് ഉണ്ടാക്കാവുന്നതാണ്, വളരെ ടേസ്റ്റിയാണ്. सब लोग घर में थोड़ा ट्राई करके देखिएगा. केरला स्पेशल आम का करी है, पक्का आम का करी. प्लीज लाइक, शेयर एंड सब्सक्राइब. थैंक यू फॉर वॉचिंग.